ഇപ്പോൾ നമുക്കൊപ്പം കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രതിനിധി ശ്രീ പി ജോസഫ് തത്സമയം ചേരുകയാണ്. ശ്രീ പി ജോസഫ്, താങ്കൾക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ഈ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലാണ് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അത് സ്കൂളിൽ ആ കുട്ടിയെ ഹിജാബ് ധരിച്ച് തന്നെ പ്രവേശനം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തതിൽ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തിലെ സർക്കാർ ഇടപെടലിനെ താങ്കൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഒരു ശരിയായ നീക്കമാണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത് ഇവിടുത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇവിടെ ഇപ്പം ഒരു സമൂഹം ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നാളെ ശരീഅത്ത് നിയമമാണ്, ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ബാധകമല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ സമയത്ത് നമ്മൾ ശരീഅത്ത് നിയമം നടപ്പിലാക്കിയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് പറയണക്ക് ഓരോ സ്ഥലത്തേക്ക് വരുമ്പം ഇവിടെ ഒരു സ്കൂളിലേക്ക് വരുമ്പം സ്കൂളിന് ഒരു മാനുവൽ വരും, ഒരു ഡ്രസ് കോഡ്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടമുണ്ട്. ആ ചട്ടത്തിന് അനുസരിച്ച് പഠിക്കാമെന്നുള്ളവർ അവിടെ ചേരേണ്ട കാര്യമേ ഉള്ളൂ, അവിടെ പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിന് വിരുദ്ധമായുള്ളവർക്ക് അതിന് ഉപയുക്തമായ സ്കൂളുകളിലേക്ക് പോകാം. തീർച്ചയായും ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഇവിടെ സ്കൂളുകൾ നടത്തുന്നത് തീർച്ചയായും ഒരു ക്രൈസ്തവമായ അന്തരീക്ഷത്തിൽ ഒരു ശാന്തിയും സമാധാനവും മറ്റുള്ളവർക്ക് അറിവും പകരുക എന്ന ഉദ്ദേശത്തിലാണ്. ഇവിടെ മനസ്സിലാക്കി നോക്കിയേ, ഈ കുട്ടി ഇവിടെ പഠിക്കാൻ വരുന്നത് ഫസ്റ്റ് ടൈമിലല്ല, സെക്കൻഡ് ടൈമിലാണ് ഇവിടെ ചേരുന്നത്. ഇവിടെ അഡ്മിഷന് ആകപ്പാടെ കുട്ടികൾ ബാക്കി ഇവിടെ എത്രയോ ആൾക്കാരവിടെ കാണും, ഒരുപക്ഷെ മുസ്ലിം കുട്ടികൾ അവിടെ അടക്കമുള്ളവർ കാണും. ആ കുട്ടികളെ അങ്ങനെ പഠിക്കാൻ വന്ന കുട്ടി ഈ ഹിജാബ് ധരിച്ച് മാത്രമേ വരുവുള്ളൂ എന്ന് പറയുന്നത്, ഇവിടെ ഈ സ്കൂളിൽ ഇവിടുത്തെ ഡ്രസ് കോഡേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനോട് യോജിക്കാൻ പറ്റിയാലെങ്കിൽ നമുക്ക് അതിന് പറ്റുന്നിടത്ത് പോകണം, അതിലേ ചെയ്യേണ്ടത്. അതിന് പകരമായി അത് തന്നെ ധരിച്ച് അവിടെ വേണമെന്ന് പറയുന്നെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് ഉള്ള ഒരു വേറൊരു ഇരട്ടത്താപ്പ് നയത്തിന്റെ ഭാഗമാണ്. നമുക്ക് അങ്ങനെ കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഒരു ധാർമ്മികത വിഷയവും മറ്റു വിഷയങ്ങളും ഒക്കെ ഉയർന്നു വരുന്നില്ല. വരുന്നതിന് വളരെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിനകത്ത് സർക്കാർ ഇടപെടൽ തന്നെ തെറ്റാണ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. തീർച്ചയായും ആ കുട്ടി അവിടെ ചേരുമ്പോൾ അവിടുത്തെ മാതാപിതാക്കളോട് പറഞ്ഞു, അവരുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞു, ഈ സ്കൂളിലെ ഡ്രസ് കോഡ് അനുസരിച്ച് ഇവിടെ പഠിക്കുവാൻ സാധിക്കത്തുള്ളൂ, ഇവര് വരുവാൻ സാധിക്കുകയുള്ളൂ. അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട തന്നെ. അതിന് പറ്റുന്ന എത്രയോ സ്കൂളുകളുണ്ട്, അവിടെ ചേർക്കാമല്ലോ. അപ്പം നമ്മളെ ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പം ഇതര മതത്തിന്റെ ഒരു സ്കൂളിൽ ചെന്നിട്ട് അവിടെ വിശ്വാസം അവിടെ സ്കൂളിലെ നമ്മുടെ അടിസ്ഥാനമായിട്ട് പഠിക്കേണ്ട തന്നെ മതേതരത്വമാണ് നമ്മൾ വിദ്യാർത്ഥി കാര്യങ്ങൾ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ മതമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുവാനായി ഇഷ്ടംപോലെ നമുക്ക് സ്ഥലവും സൗകര്യങ്ങളുണ്ട്, നമ്മുടെ വീടുകളുണ്ട്, നമുക്ക് മതസ്ഥാപനങ്ങളുണ്ട്. പക്ഷേ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സ്ഥലമാണ്. അവിടെ നമ്മളെ ജാതിയോ മതമോ വർഗമോ ഒന്നും കണക്കുകൂട്ടാതെ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളാണെന്നും നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന മതേതരത്വ വ്യവസ്ഥയിൽ കഴിഞ്ഞു വരുന്നതാണെന്നും അത് കാണിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഒന്നും ഒരു വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. അവിടെ എല്ലാവരും ഒരേ മനസ്സോടെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഇന്ന മതസ്ഥനൊന്നും കാണാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു നമ്മുടെ ട്രെയിനിങ് സ്ഥലമാണ് സ്കൂള്. ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോമൺ ഡ്രസ് കോഡും എല്ലാവരും ഒരേ യൂണിഫോം ഇടുന്നത് അതിന്റെ അർത്ഥം തന്നെ എല്ലാവർക്കും ഒരേ വിലയുള്ള ഒരേപോലുള്ള നമ്മളെല്ലാം സമന്മാരാണ് എന്ന് സമൂഹത്തെ കാണിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ പണിയാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ. അവിടെ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, എനിക്ക് ഇന്ന വസ്ത്രരീതി പറ്റുള്ളൂ, വേറെ ആൾക്ക് ഇന്ന വസ്ത്രരീതിയെ പറ്റുള്ളൂ എന്ന് പറയുന്നത് തീർത്തും അത് ഒരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. ഈ മതേതര രാജ്യത്തിന് ചേർന്നതുമല്ല, മതേതര സംസ്ഥാനത്ത് ചേർന്നതുമല്ല. സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ ആ സമൂഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു എന്ന് വരുത്തി തീർക്കേണ്ടത് ഇലക്ഷനൊക്കെ വരുന്ന കാലമാണ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ കാണുവാൻ സാധിക്കത്തുള്ളൂ. അത് ശരിയായ നടപടിയല്ല. അത് വിദ്യാഭ്യാസ മാനുവലിന് വിരുദ്ധമാണ്, മാനേജ്മെന്റ് നടപടികൾക്ക് വിരുദ്ധമാണ്, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ശരി, എന്താണ് സ്കൂൾ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനം എന്നതുകൂടി അറിയണം. ഈ വിഷയത്തിൽ ഇതൊരു വിവാദമാകുമ്പോൾ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉയരുമ്പോൾ സ്കൂളിന് 2 ദിവസത്തെ അവധി പ്രഖ്യാപിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് ചെയ്തത്. ആ സാഹചര്യത്തിലാണ് കോടതി ഇടപെടൽ ഉണ്ടാവുകയും അടിയന്തരമായി സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണം എന്നത് നിർദ്ദേശമായി വരികയും ചെയ്തത്. അതിനുവേണ്ടുന്ന സുരക്ഷയും ക്രമീകരണവും ഒരുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ മാനേജ്മെന്റ് എന്ത് തീരുമാനം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഞാൻ തിരിച്ചെത്താം.